ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് മഹി അറിയാതെ മുറിയിലെത്തുന്ന കരുണയുടെ കള്ളത്തരം തൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെ കണ്ണൻ പൊളിക്കുന്നു. അതോടുകൂടി തന്നെ ഇനി ഈ ജന്മം മുഴുവൻ ഇയാൾക്ക് ഇരുന്ന് നിരങ്ങാനേ കഴിയുള്ളൂ എന്ന് തന്നെ കരുതി സമാധാനിക്കുകയാണ് കരുണ ചെയ്യുന്നത്. പിന്നീട് കണ്ണനും മഹിയും യാത്ര പോകുന്നു എന്നറിയുന്ന ദുർഗയാണെങ്കിൽ ഇവളായിരിക്കും നിന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഉണ്ണി ഇതുവരെ കരുണമോളെയും കൊണ്ട് എവിടേക്കും യാത്ര പോയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് കലി തുള്ളുമ്പോൾ ദുർഗയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അതുമാത്രമല്ല, മഞ്ജുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ കരുണയ്ക്കും ദുർഗയ്ക്കും വയറ് നിറച്ച് തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. കൊലപാതകളുടെ മനസ്സായ നിങ്ങളിൽ നിന്നും ഇനി എനിക്കോ ഇയാൾക്കോ എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ ഇറക്കിവിട്ട് ചാണകവെള്ളം തളിക്കാനും മടിക്കില്ല എന്നൊരു താക്കീത് നൽകി കണ്ണനും മഹിയും പോകുന്നു. അവർ പോയതിന് ശേഷം ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നും ഈ ഒരു ദേഷ്യം എനിക്ക് ആരോടെങ്കിലും തീർക്കണം, അത് അമ്മയുടെ മകനോട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ പോകുന്നു. പിന്നീട് തനിക്കോ മഞ്ജുവിനോ വിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെൻ്റെ അമ്മയോ കരുണയോ ഒരിക്കലും അറിയാൻ പാടില്ല എന്നൊരു പാഠമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നെല്ലാം കണ്ണൻ മഹിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹിയും സാഗറിനെയും മഞ്ജുവിനെയും കാണാനായിട്ട് എത്തുന്നു. മരിച്ചു എന്ന് കരുതിയ ഞാൻ തിരിച്ചു വന്നതിൻ്റെ ഷോക്കിലാണ് വീട്ടിലെല്ലാവരും. എൻ്റെ ഡെഡ് ബോഡി പ്രതീക്ഷിച്ചാണല്ലോ അവരെല്ലാവരും കാത്തിരുന്നതെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇനി നിനക്ക് വിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ നിൻ്റെ അമ്മയോ കരുണയോ ആരും അത് അറിയാൻ പാടില്ല എന്ന് കണ്ണനും മഹിയും പറയുമ്പോൾ അത് പിന്നെ പറയാനുണ്ടോ കണ്ണേട്ടാ, എൻ്റെ അമ്മയെയും കരുണേട്ടത്തെയും ഒഴികെ മറ്റാരേക്കാളും നമുക്ക് വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട് മഞ്ജു. തുടർന്ന് സാറ് മഹാലക്ഷ്മിയും സൂക്ഷിക്കണം, ഇത്തവണ മാർക്കോ നിങ്ങൾക്കും ഇപ്പോൾ ഇല്ല, അതാണ് എൻ്റെ പേടി എന്ന് സാഗർ പറയുമ്പോൾ എനിക്കിപ്പോൾ കാലിന് തളർച്ചയൊന്നും ഇല്ലല്ലോ സാഗറെ, അങ്ങനെ ആരെങ്കിലും ഞങ്ങളെ അപായപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ അവരെ നേരിടാനുള്ള കരുത്തിപ്പോൾ എൻ്റെ കാലുകൾക്കുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ സാഗറിനോടും മഞ്ജുവിനോടും യാത്ര പറഞ്ഞ് കണ്ണനും മഹിയും ഇറങ്ങുന്നു. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും നേരെ തോമസ് സാറിനെ കാണാനായിട്ടാണ് എത്തുന്നത്. അപ്പോൾ യാത്ര പുറപ്പെടുകയാണല്ലേ എന്ന് വൈദ്യൻ ചോദിക്കുമ്പോൾ മൂന്നാർക്കാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണെന്നും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾക്ക് ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്നൊക്കെ വൈദ്യൻ പറയുന്നുണ്ട്. പിന്നെ കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യം നിങ്ങൾ രണ്ടുപേരുടെയും ശത്രുക്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് വൈദ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ കാലുകൾക്ക് തളർച്ച മാറിയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ചില സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇയാളുടെ അനിയത്തിക്ക് ഇന്ന് അതിനുള്ളൊരു ശ്രമം അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ തൽക്കാലം ആരും ഒന്നും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും നിങ്ങളെ എങ്ങനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. തുടർന്ന് വൈദ്യൻ ഒരു പ്രത്യേക ഒറ്റമൂലി മഹിക്ക് നൽകുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആകാൻ ഈ ഒറ്റമൂലി നിങ്ങളെ സഹായിക്കുമെന്നും എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. മഹിയാണെങ്കിൽ അത് ദൈവങ്ങളെ പ്രാർത്ഥിച്ച് വൈദ്യനിൽ നിന്നും ഏറ്റുവാകുന്നു. ശേഷം വൈദ്യനാണെങ്കിൽ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണനും മഹാലക്ഷ്മിയും അവിടെ നിന്നും ഇറങ്ങുന്നു. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിനെയും ലേഖയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നു. നിങ്ങൾ രണ്ടുപേരും ഇന്നലെ വീട്ടിലേക്ക് ചെന്നപ്പോൾ നിങ്ങളെക്കാൾ ടെൻഷൻ ഞങ്ങൾക്കായിരുന്നു എന്ന് ലേഖ പറയുമ്പോൾ ഒരു മരണവീട് പോലെയാണ് ഇപ്പോൾ എൻ്റെ വീടും ഇയാളുടെ വീടും, കാരണം അത്രയ്ക്ക് വലിയ ഇരുട്ടടിയല്ലേ അവർക്കുണ്ടായതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. മാർക്കോയും ലോപ്പസും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അവൻ ഞാൻ നടക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടല്ലോ, അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് അവർ പോയിരിക്കുന്നത്. അവനിൽ നിന്നും മേഘനൊന്നും അറിയാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ മാർക്കോ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എന്തായാലും അധികം വൈകാതെ നമുക്ക് പുറപ്പെടാം. ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാക്കി നമുക്ക് മാറ്റണം എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് അങ്ങനെയായിരിക്കും, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പുതിയൊരു ജീവിതം അവിടെ വെച്ച് തുടങ്ങണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തവും ലേഖനും. അങ്ങനെ വേണം നിങ്ങൾ ശത്രുക്കൾക്ക് നല്ല തിരിച്ചടി കൊടുക്കാനെന്നും അവർ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർക്കോയും ലോപ്പസും ഹോസ്പിറ്റലിൽ എത്തുന്നു. എന്നിട്ട് ആ ഗുണ്ടയെ കണ്ടിട്ട് കണ്ണൻ നടന്നു എന്നുള്ള കാര്യം നിൻ്റെ നാവിൽ നിന്നും ആരും അറിയരുതെന്നും നീ ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ബാക്കിയുള്ള ജീവൻ കൂടി ഞാൻ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നന്നായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗുണ്ടയെ കണ്ട് ഇറങ്ങുകയാണ് മാർക്കോയും ലോപ്പസും. അപ്പോൾ ഇതേ സമയം തന്നെയാണ് മേഘനും ഹോസ്പിറ്റലിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ മാർക്കോയും ലോപ്പസും അതുപോലെ തന്നെ മേഘനും മുഖാമുഖം നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ കാണുമ്പോൾ തന്നെ മുട്ടിടിക്കുന്നുണ്ട് കേട്ടോ മേഘൻ്റെ. തുടർന്ന് മാർക്കോ പറയുന്നുണ്ട്, നിന്നെ ഞാൻ കയ്യിൽ കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു മേഘ, നീ ശബരിമലയ്ക്ക് പോകുന്ന കണ്ണൻ സാറിനെ കൊല്ലാനായിട്ട് ആളെ വിടും അല്ലേടാ,
നിനക്ക് ഞാൻ പലതവണ മുന്നറിയിപ്പ് തന്നതാണ്. കണ്ണൻ സാറിന് മഹാലക്ഷ്മിക്കും എതിരായിട്ട് നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ലെന്ന്. ഇപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുകയാണ്. നീ എന്തായാലും പുറത്തേക്ക് വരുമല്ലോ. നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് മേഘ. ഇനി അയാളെയും എനിക്കൊന്ന് കാണണം. നിൻ്റെ സന്തത സഹചാരിയായ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനായ പ്രതാപൻ. നിങ്ങൾ രണ്ടുപേരുടെയും അന്ത്യം മിക്കവാറും എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘന്. മേഘനാണെങ്കിൽ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. പിന്നീട് മേഘൻ ആ ഗുണ്ടയെ കാണാനായിട്ട് ചെല്ലുന്നു കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടായത്, നിന്നെ കൊണ്ടൊന്നും അവനെ തീർക്കാൻ കഴിഞ്ഞില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മേഘൻ ചൂടാവുമ്പോൾ, ആ മാർക്കോ ഞങ്ങളെ നിലത്തൊന്നും നിർത്തിയില്ല സാറേ. കൊക്കയിലേക്ക് വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടവന്മാർ തീർന്നില്ല എന്നെല്ലാം അയാൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോയുടെ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യം അയാൾ മേഘനോട് പറയുന്നില്ല കേട്ടോ. ശേഷം കരുണ ദുർഗയോട് പറയുന്നുണ്ട്, എനിക്കിതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യാമേ. കണ്ണൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിയേട്ടനെയും കൂടി മൂന്നാർ പോയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് പ്ലാൻ ഇട്ടതാണ് ഞാൻ. എന്നിട്ടിപ്പോൾ അയാളും അവളും കൂടി പോകുന്നു ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക്. നമ്മൾ മനസ്സിൽ കരുതുന്നതൊക്കെയാണ് അവരുടെ ജീവിതത്തിലാണ് നടക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ, എല്ലാം അവൾ പൂജിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ശക്തിയാണ് മോളെ. എന്തായാലും മോള് വിഷമിക്കാതിരിക്കുക. ഹൈ റേഞ്ചിലേക്കല്ലേ അവർ പോയിരിക്കുന്നത്. അവർ സഞ്ചരിക്കുന്ന കാറ് ഏതെങ്കിലും കൊക്കയിൽ വീഴുമെന്ന് പറഞ്ഞ് കരുണയെ തൽക്കാലം സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് കണ്ണനും മഹിയും യാത്ര പോയിരിക്കുന്നത് മൂന്നാറിലേക്ക് അറിയുന്ന മേഘനാണെങ്കിൽ മറ്റൊരു ചതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. കാരണം ഇത്തവണ എന്തായാലും മാർക്കോ അവരുടെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ണനും മഹാലക്ഷ്മിയും അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാനും ആരുമില്ല. കാലിന് വയ്യാത്ത കണ്ണനെ അവിടെ വെച്ച് ഇല്ലാതാക്കാനായിട്ട് എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രതാപനോട് പറഞ്ഞ് അടുത്ത ചതിയൊരു ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനും മൂന്നാറിലേക്ക് പോവുകയാണെങ്കിലേ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന കണ്ണൻ്റെയും മഹാലക്ഷ്മിയും ഡെഡ് ബോഡികളായിരിക്കും ഇത്തവണ ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പോകുന്നത് എന്നെല്ലാം മേഘൻ പറയുന്നുണ്ട്. ഇത്തവണ ആരെയും ഞാൻ കൊട്ടേഷൻ ഏൽപ്പിക്കാൻ പോകുന്നില്ല, ഞാനിത് നേരിട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ മൂന്നാറിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ മാർക്കോ ഇല്ല, അവരെ അവിടെ വെച്ച് കൊല്ലാം എന്നുള്ള ഒരു ധൈര്യത്തിലാണ് മേഘൻ പോകുന്നത്. അങ്ങനെ മൂന്നാറെത്തി മഹാലക്ഷ്മിയും കൊല്ലാനായിട്ടുള്ള ഒരു ശ്രമം മേഘൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മേഘനെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തവണ കണ്ണൻ തന്നെയാണ് കേട്ടോ മഹാലക്ഷ്മിയെ രക്ഷിക്കുന്നത്. അപ്പോൾ കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യം ഈ ഒരു സമയത്താണ് മേഘന് തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു തിരിച്ചടി മേഘൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഇത്തവണ കണ്ണൻ തന്നെയാണ് കേട്ടോ മേഘനെ കണക്കിന് കൊടുത്തു വിടുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്